ഓക്കെ, അപ്പൊ നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോവാം പാർവതി. യെസ്, ഫയർ അവേ. റാപ്പിഡ് ഫയർ. അപ്പൊ എനിക്ക് ആൻസേഴ്സ് കിട്ടണോ? അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടേ പറയാറുള്ളൂ. എസ്പെഷ്യലി നിമിഷം ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചേ പറയൂ. ലാസ്റ്റ് ആയിട്ട് പാർവതി എപ്പോഴാണ് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ്? അഭിനയത്തിലല്ല, അല്ലാണ്ട്? അഭിനയത്തിലല്ല, അല്ലാണ്ട് 2 മാസം മുമ്പേ ഞാൻ ഓവർ വെയിറ്റ് ആയി അറിഞ്ഞപ്പോ. എത്രയായി ഓവർ വെയിറ്റ്? 62 കിലോ അടിച്ചു. അല്ല, ശരിക്കും 10 കിലോ കൂടുതലായി പോയി. കഴിച്ചേ അപ്പൊ വാവിട്ട് കരഞ്ഞ അമ്മ ഞാൻ തടിച്ചു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമ്മ ലാസ്റ്റ് ആയിട്ട് ഒരു പെട്ട തന്നത് എപ്പോഴാ? മെനിഞ്ഞാന്ന്. എന്തായിരുന്നു കാര്യം? മുടി വെട്ടിയതോടെ എന്നാലും എന്റെ അമ്മിണി എന്നാണ് പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്നുണ്ട്. എന്നാലും എന്റെ അമ്മിണി എന്തിനാണ് ഈ മുടി വെട്ടിയതെന്ന് പറഞ്ഞിട്ട് അമ്മ ആകെ കരച്ചിലേക്ക് ആയിപ്പോയി. പിന്നെ എനിക്ക് ബാക്കിലിട്ടൊന്ന് കിട്ടി. ഇപ്പൊ മൊട്ടച്ചിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ എന്റെ മുന്നില്. വളരെയല്ലോ, മുടിയല്ലേ, പക്ഷെ സുന്ദരി കേട്ടോ. താങ്ക് യു. ആൻഡ് മൈ തേർഡ് ക്വസ്റ്റ്യൻ, ലൊക്കേഷനിൽ ഏറ്റവും അധികം പാർവതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച നടൻ ആരാ? ഇറാനിലേക്ക് ഇപ്പോഴേ പറഞ്ഞു വിടാനായിരിക്കും അല്ലെ ഇവിടത്തെ ഒരു നടനും. പിന്നെ എന്തായാലും കേക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടികൾ പോരട്ടെ. ആക്ച്വലി നടന്മാരിൽ നിന്ന് അത് പറ്റിയിട്ടില്ല, പ്രൊഡക്ഷനിൽ നിന്ന് പറ്റിയിട്ടുള്ളൂ. അത് മരിയാനിലാണ് സംഭവിച്ചത്. പ്രൊഡക്ഷനിൽ നമുക്ക് ലൊക്കേഷൻ ശരിയാവാത്ത സമയത്ത്, പിന്നെ കറക്റ്റ് സമയത്തായിരുന്നു ധനുഷൊക്കെ വന്നോണ്ടിരുന്നത്. അതുകൊണ്ട് ആരെയും അങ്ങ് കുറ്റം പറയാൻ പറ്റുന്നില്ല. ശരിക്കും അങ്ങനെ ആരും വന്നിട്ടില്ല. പെട്ടെന്ന് നാട്ടുകാർ കേൾക്കുമ്പോഴത്തേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. Now you see the lawyer's daughter. വക്കീലന്മാരുടെ മകളായാലും ഇങ്ങനെ ഇരിക്കാം. Exactly. And my fourth question. Yes. പാർവതിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണ്? ഫേക്ക് പേഴ്സണാലിറ്റീസ്. ഫേക്കിന്റെ കാര്യം പറയുമ്പോൾ നിമിഷ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോ ഇതാണ് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നു പാർവതി? ഞാൻ ഫേക്ക് ആയിട്ടാണോ സംസാരിക്കുന്നത്? അത് എന്റെ മനസ്സിൽ നിന്ന്, ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ്? ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ്. പക്ഷെ നിമിഷം വളരെ സ്വീറ്റ് ആണ്, വളരെ ജെനുവിൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ എന്നെ പേടിപ്പിക്കുന്നില്ല. സോ ഐ ലൈക്ക് യു. ഇത് റേഡിയോ മാംഗോ 91.9, നാട്ടിലെങ്കും പാട്ടായി.